ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് ഒരു വികൃതി കുട്ടിയുടെ കഥ കേട്ടാലോ? ദൂരെ ദൂരെ കാടിനടുത്ത് മലകളും പുഴകളും ഒക്കെയുള്ള മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ആടുകളെ മേയ്ച്ചും കൃഷിപ്പണികൾ ചെയ്തും സന്തോഷമായി ജീവിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു കുട്ടി താമസിച്ചിരുന്നു. അവൻ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ പറ്റിക്കുമായിരുന്നു. അവന്റെ സ്വഭാവത്തിൽ അച്ഛനും അമ്മയും വളരെ ദുഃഖിതരായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ അച്ഛൻ ആടുകളെ മേയ്ക്കുവാൻ മലയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് രാമു ഓടിയെത്തി. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആടുകളെ മേയ്ക്കുവാൻ എന്നെയും കൂടി മലയിലേക്ക് കൊണ്ടുപോകാമോ? രാമുവിന്റെ കുസൃതികളെപ്പറ്റി നന്നായി അറിയാവുന്ന അച്ഛൻ അവനോട് പറഞ്ഞു, പുലികൾ ഇറങ്ങുന്ന മലയിലേക്കാണ് നമ്മൾ ആടുകളെ കൊണ്ടുപോകുന്നത്. നീ കുസൃതിയൊന്നും കാട്ടാതെ എന്റെ കൂടെ തന്നെ വരണം. അങ്ങനെ രാമു ആടുകളെ മേയ്ക്കുവാൻ അച്ഛനോടൊപ്പം മലയിലേക്ക് പോയി. അവിടെ എത്തി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തങ്ങൾ കഴിക്കുവാനുള്ള ഭക്ഷണം എടുക്കുവാൻ മറന്നെന്ന് രാമുവിന്റെ അച്ഛൻ ഓർമ്മ വന്നു. ആടുകളെ രാമുവിനെ ഏൽപ്പിച്ച് അച്ഛൻ ഭക്ഷണം എടുക്കുവാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രാമുവിന് വല്ലാതെ മടുപ്പ് തോന്നി. കാട് പോലും വളരെ ശാന്തമായിട്ട് അവന് തോന്നി. അങ്ങനെ ഇരിക്കെ അവന്റെ മനസ്സിൽ ഒരു കുസൃതി വന്നു. അവൻ പുലി വരുന്നേ എന്ന് ഉറക്കെ കരയുവാൻ തുടങ്ങി. രാമുവിന്റെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികളെല്ലാം ഓടിയെത്തി. അവരെ കണ്ടതും രാമു ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. രാമു തങ്ങളെ പറ്റിച്ചെന്നു മനസ്സിലാക്കിയ അവർ ദേഷ്യത്തോടെ തിരികെ പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രാമു വീണ്ടും പുലി വരുന്നേ എന്ന് ഉറക്കെ കരയുവാൻ തുടങ്ങി. ഇത്തവണയും ഗ്രാമവാസികളെല്ലാം ഓടിയെത്തി. രാമു തങ്ങളെ പിന്നെയും പറ്റിച്ചെന്നു മനസ്സിലാക്കിയ അവർ ദേഷ്യത്തോടെ തിരികെ പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്നും ഒരു പുലി പതിയെ നടന്ന് ആടുകളുടെ അടുത്തേക്കെത്തി. പുലിയെ കണ്ടതും രാമു ഓടി അടുത്തുള്ള മരത്തിൽ കയറി. അവിടെ ഇരുന്ന് പുലി വരുന്നേ എന്ന് ഉറക്കെ കരയുവാൻ തുടങ്ങി. ഇത്തവണയും രാമു തങ്ങളെ പറ്റിക്കുകയാണെന്നോർത്ത് ഗ്രാമവാസികൾ ആരും രക്ഷിക്കാനെത്തിയില്ല. പതിയെ പുലി എല്ലാ ആടുകളെയും കൊന്നു. രാമു പേടിച്ച് മരത്തിന്റെ മുകളിൽ തന്നെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രാമുവിന്റെ അച്ഛൻ അവിടെ എത്തി. ആടുകൾ മരിച്ചു കിടക്കുന്നത് കണ്ട് അയാൾ വളരെ ദുഃഖിതനായി. മരത്തിന്റെ മുകളിൽ നിന്നും രാമുവിനെ അയാൾ താഴെ ഇറക്കി. എന്നിട്ട് ആടുകളില്ലാതെ ദുഃഖത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി.